6 മാസമായി അടഞ്ഞു കിടന്നിരുന്ന മൂന്നാർ ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് വീണ്ടും തുറന്നിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വീണ്ടും തുറന്നിരിക്കുന്നത്. തുറന്നതു മുതൽ അത്യാവശ്യം തിരക്കുണ്ട്. ആളുകളെല്ലാം മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ കാര്യമായി തന്നെ എത്തുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ മൂന്നാറിലേക്ക് എത്തുന്നത് വിദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികളാണ്. അവരാണ് ഇവിടേക്കും കൂടുതലായി എത്തുന്നത്. നമ്മുടെ കൂടെ ചേരുന്നത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ ചേരുന്നുണ്ട്. ഇതിപ്പോൾ വീണ്ടും തുറന്നിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു? ഹൈക്കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് നമ്മളിപ്പോൾ തുറന്നിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഇതൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് എന്ന് തന്നെ നമുക്ക് പറയാം. 75 മീറ്ററോളമാണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ തുടക്കം മുതലേ നമ്മൾ NITയുടെയും ക്യാപ്സിൻ്റെയും ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് എല്ലാ നിർമ്മാണങ്ങളും നമ്മൾ പൂർത്തീകരിച്ച് വന്നിരുന്നത്. റവന്യൂ സംബന്ധമായ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് തന്നെയാണ് കോടതി ഇത്തവണ നമുക്കൊരു അനുകൂല വിധി തന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. സാധാരണക്കാരായ ആളുകളാണ്, ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പാർട്ട്നേഴ്സ്. വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെല്ലാം കടന്നു വന്നാണ് നിർമ്മിച്ചത്. 7 മാസക്കാലം അടഞ്ഞു കിടന്നപ്പോൾ തന്നെ അതിൻ്റെതായ പ്രതിസന്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു. വളരെ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. പുതിയൊരു സംരംഭം എന്ന നിലയിൽ ഇപ്പോൾ ആളുകളൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട്. ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആളുകളൊക്കെ വളരെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി വ്യൂ ഉണ്ട്. നല്ല കാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് പറയുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന ആളുകളെല്ലാവരും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്? അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും ആളുകളൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നുണ്ട്. അത്യാവശ്യം പേടിയുള്ള ആളുകൾക്ക് ഇടം വലം നോക്കാതെ നേരെ നോക്കി നടന്നിങ്ങ് വരാം. നല്ല ദൂരമുണ്ട്. ഇവിടെ എത്തിയ ശേഷം താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം പേടിയാവുന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെയുള്ളത്. കുഞ്ഞു കുട്ടികൾ മുതൽ ആ കുഞ്ഞു കുട്ടികളെയൊക്കെ അത് ഒരു സാഹചര്യം ആസ്വദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മലയാളികളും വിദേശികളും അടക്കമുള്ള വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ചുറ്റുമുള്ള വ്യൂ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. ആ കാണുന്ന ഭാഗത്താണ് മൂന്നാറൊക്കെ ഉള്ളത്. എന്തായാലും ഒരു സാഹസിക വിനോദം ആഗ്രഹിക്കുന്ന ആളുകൾ, സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം തന്നെയാണ് ഈ മൂന്നാർ ആനച്ചാലിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.